The Real FM 103.6. Shraddha. ഞാൻ മാളവിക ശ്രീപാർവതി, അരിക്കുളം AUP സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സ്കൂളിലെ കുട്ടികൾക്ക് ബാഗിന്റെ അമിതമായിട്ടുള്ള ഭാരത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. ഞാൻ പഠിക്കുന്നത് സ്കൂളിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. അങ്ങോട്ട് കുറച്ച് സ്റ്റെപ്പ് അധികം കയറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭാരമാണ്. ഒരു 7 ടെസ്റ്റും അതുപോലെ തന്നെ 7 നോട്ടും ആയിട്ട് 14ഓളം ബുക്കാണ് എന്റെ ബാഗിലുള്ളത്. കൂടാതെ വാട്ടർ ബോട്ടിലിന്റെയും അതുപോലെ തന്നെ ബാഗിന്റെയും വെയിറ്റ് താങ്ങാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും വലിയ ബുക്കുകളാണ് ഉള്ളത്. അപ്പോൾ അത് കുട്ടികൾക്ക് താങ്ങാൻ പറ്റുന്നതല്ല. പല രോഗങ്ങളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ബാക്ക് പെയിൻ, അതുപോലെ തന്നെ മസിൽ വേദന, പല വേദനകൾ ഉണ്ടാകുന്നുണ്ട്. സ്റ്റെപ്പ് കയറാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അത് കുറച്ച് കുറയ്ക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എന്റെ ഭാഗത്തു നിന്നുള്ളത്. മാളവിക ശ്രീപാർവതി മുഴുവൻ സ്കൂൾ കുട്ടികളുടെയും ആശങ്കയാണ് നമ്മോട് പങ്കുവച്ചത്. പഠനഭാരത്തിനുമേൽ പുസ്തകഭാരം കൂടിയാവുമ്പോൾ കുഞ്ഞുങ്ങൾക്കത് പ്രയാസമുണ്ടാക്കും എന്നതിൽ സംശയമില്ല. ഇതേക്കുറിച്ച് കണ്ണൂർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗവും റിട്ടയേർഡ് സീനിയർ ഡയറ്റ് ലെക്ചററുമായ ഡോക്ടർ രമേശൻ കടൂർ. കേരളം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറെ നവീനമായ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ലാസ് മുറികൾ മികച്ച രീതിയിൽ കുട്ടികളുടെ പഠനത്തെ അംഗീകരിക്കുകയും പഠന പുരോഗതിയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നുള്ള നിരവധിയായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന കുട്ടികളുടെ പുസ്തക ഭാരം എന്ന ഒരു കാര്യം വളരെ നല്ലതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അത് വളരെ ശാസ്ത്രീയമായ രീതിയിൽ കൃത്യമായി ചെയ്യാൻ നമുക്ക് കഴിയണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. പുസ്തക ഭാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ബാഗിന്റെ ഭാരം എന്നത് കേവലമായി കാണാതെ പഠനഭാരമായി അതിനെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. ലേണിംഗ് വിത്തൗട്ട് ബേർഡൻ യശ്പാൽ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കുട്ടികളുടെ പഠനഭാരം കുറക്കുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള ചർച്ച ഏറെ നടത്തിയത് കേരളത്തിലാണ്. അതിന്റെ ഗുണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായി നമ്മൾ കണ്ടത് കുട്ടികളുടെ പാഠപുസ്തകങ്ങളുടെ എണ്ണം ഓരോ ടേമിലും കുറക്കുന്നതിന്റെ ഭാഗമായാണ് പാഠപുസ്തകത്തെ 3 ആക്കി മാറ്റുകയും ഓരോ ടേമിലും 1ാം ടേമിൽ ഒരു പുസ്തകം ചെറിയത്, 2ാം ടേമിലും 3ാം ടേമിലും ആക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതാണ് കുട്ടികളുടെ പഠനഭാരവും ഒപ്പം തന്നെ പുസ്തകഭാരവും കുറക്കുക എന്നുള്ളതാണ് അതിന്റെ യുക്തി. പക്ഷെ പാഠപുസ്തകം മാത്രമല്ല ഭാരമാവുന്നത്. ആവശ്യത്തിനും അനാവശ്യത്തിനും നിരവധിയായ നോട്ട് പുസ്തകങ്ങൾ കുട്ടികൾ ഉപയോഗിക്കേണ്ടി വരുന്നു, അത് പേര് നടക്കേണ്ടി വരുന്നു എന്നുള്ളത് വളരെ പ്രയാസകരമായ കാഴ്ചയാണ്. നമുക്ക് കുട്ടികളുടെ രാവിലത്തെ കാഴ്ച നമുക്ക് കാണാം. നടു ഒടിഞ്ഞ് നടക്കുന്ന, ഭാരം പേര് നടക്കുന്ന കുട്ടികളെയാണ് നമ്മൾ സാധാരണയായി കാണുന്നത്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ കുട്ടികൾക്ക് നിൽക്കാൻ പ്രയാസം ഉണ്ടാവുന്നു, അവർക്ക് നേരെ നിൽക്കാൻ കഴിയുന്നില്ല. അത് ശാരീരികമായ അവശതകൾക്കും തുടർന്ന് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാലുള്ള പഠനം യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ നടക്കാതിരിക്കാനും ഇത് കാരണമാവുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ, കുട്ടികൾക്ക് ഗവൺമെന്റ് തീരുമാനിക്കേണ്ട ഒരു കാര്യമുള്ളത്, പുസ്തകഭാരം കുറക്കണം എന്ന് പറയുമ്പോഴും നോട്ട് പുസ്തകങ്ങൾ ഓരോ ക്ലാസ് മുറിയിലേക്കും ഓരോ ക്ലാസ്സിലെ ഓരോ കുട്ടിക്കും എത്ര നോട്ട് പുസ്തകങ്ങളാവാം, എന്തിനൊക്കെ നോട്ട് പുസ്തകങ്ങളാവാം എന്ന് നിർബന്ധമായും അധ്യാപകരെ അറിയുകയും അവർക്ക് അതിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് വേറൊരു കാര്യം. പ്രൈമറി സ്കൂളുകളിലും മാത്രമല്ല ഈ പ്രശ്നമുള്ളത്, പ്രീ സ്കൂൾ മുതൽ ഇത് ആരംഭിക്കുകയാണ്. എത്ര അശാസ്ത്രീയമായ എത്രയെത്ര പുസ്തകങ്ങളാണ് നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളുടെ ബാഗ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ് ഭാരം, എത്ര പുസ്തകങ്ങളാണ് അവർ എടുത്തുകൊണ്ട് പോകുന്നത്. ഒപ്പം ഭക്ഷണം, കുപ്പിവെള്ളം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കുട്ടികളുടെ അവകാശങ്ങളെ കണ്ടുകൊണ്ട് കുട്ടികൾക്ക് ഇണങ്ങിയ ക്ലാസ് മുറിക്ക് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ്, കേരള ഗവൺമെന്റ് നടത്തുന്നത്. അത് സന്തോഷകരമാണ്. ബാഗുകളുടെ അമിതഭാരം കുട്ടികളിൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട്. കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അനൂപ് മാവില. കുട്ടികളുടെ ബാഗിന്റെ വെയിറ്റ് കുറക്കുന്ന സർക്കാർ എടുത്ത തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. അവരുടെ വെയിറ്റ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മുടെ കുട്ടികളെല്ലാം പീഡിയാട്രിക് ഏജ് ഗ്രൂപ്പിലെല്ലാം ഗ്രോയിങ് ബോണിൽ ഒരു അനുവദിക്കാൻ പറ്റുന്ന ഒരു വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെസ് ദാൻ 20% ഓഫ് ദെയർ
വെയിറ്റ്. അപ്പോഴാണ് നമുക്ക് ആ ബാഗിന് അലൗ ചെയ്യാൻ പാടുള്ളൂ. ഓരോ ഏജ് കാറ്റഗറിയിലും ഓരോ വെയിറ്റ് റിക്വയർമെന്റ്സ് ഉണ്ടാവും, ഹൈറ്റ് ഫോർ വെയിറ്റ്. അപ്പോൾ ഓരോ കുട്ടിക്കും അത് ഡിഫറെന്റ് ആണ്. അത് നോർമലൈസ് ചെയ്യാനും പറ്റില്ല. കഴിവതും ബാഗ് യൂസേജ് അപ് ടു അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് ഒരു 13-14 ഇയേഴ്സ് വരെ കുറക്കുക. കാരണം ഓരോ വട്ടവും ഗ്രോത്ത് സ്പേർട്ട് ഉണ്ടാവുമ്പോൾ, ഗ്രോത്ത് സ്പേർട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വളരുന്ന ഘട്ടത്തിൽ നമ്മൾ ഈ ബാഗുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആക്സിയൽ സ്കെൽട്ടൺ, അതായത് നമുക്ക് ഒരു ആക്സിയൽ സ്കെൽട്ടൺ ഉണ്ട്, അതിനാണ് നമ്മൾ സ്പൈൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കൈകാലുകൾ അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ. ഈ ആക്സിയൽ സ്കെൽട്ടണിൽ ഈ ബാഗ് ഉപയോഗിക്കുന്നത് കൊണ്ട് ചിലപ്പം പെയിൻ വരാം, മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയാം. അപ്പം കുട്ടികളിൽ യൂഷ്വലി ഈ ഷോൾഡർ സ്ട്രാപ്സ് ഉള്ള ബാഗാണ് കൂടുതൽ ഉപയോഗിക്കുക. ഇപ്പൊ ഈ ഷോൾഡർ സ്ട്രാപ്പ് ബാഗുകൾ ഇടുന്നത് പൊസിഷനിങ്ങിനും വ്യത്യാസമാണ്. വളരെ സാഗ് ഡൗൺ ചെയ്തിട്ടാണ് കുട്ടികൾ ഇടുന്നതാണ്. അങ്ങനെ ഇടുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഹൈറ്റ് കൂട്ടി വെച്ച് സ്ട്രാപ്പ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ചിലവർക്ക് വേസ്റ്റിൽ ഒരു സ്ട്രാപ്പ് ഉണ്ടാവും, അപ്പം അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ലോഡ് കുറയും. വേസ്റ്റ് സ്ട്രാപ്പും ഷോൾഡർ സ്ട്രാപ്പും ഒക്കെ കറക്റ്റ് ഉപയോഗിക്കണം. അതൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഇൻ കേസ് ബാഗുകൾ നിർബന്ധമാണെങ്കിൽ. പിന്നെ ഈ ട്രോളി ബാഗുകൾ ഉള്ളത് കൂടുതൽ ഉപയോഗിക്കാൻ നോക്കുക. മെജോറിറ്റി നമ്മുടെ മക്കൾ എപ്പോഴും വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റും കാര്യങ്ങളും ആണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ബാഗിന്റെ യൂസേജ് കൂടി വരുമ്പോൾ അവർക്ക് മെക്കാനിക്കൽ ബാക്ക് പെയിൻ വളരെ കോമൺ ആണ്. ഒരു പോസ്ട്രൽ കൈഫോസിസ് എന്ന് പറയുമ്പോൾ കൂടുതൽ ബാഗുകൾ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു മുന്നോട്ട് ചാഞ്ഞ് ഒരു ഫോർവേഡ് ലീനിങ് ആറ്റിറ്റ്യൂഡ് വരും. അത് ഓവർ ദ ടൈം അവരുടെ ഹാബിറ്റായി മാറും. പിന്നെ ആ ഫോർവേഡ് ലീനിങ് ആറ്റിറ്റ്യൂഡ് കാരണം ഓൾറെഡി ഉള്ള മെക്കാനിക്കൽ ബാക്ക് പെയിന് കൂടി വരും. പിന്നീട് അത് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഒരു ഫിസിയോവും കാര്യങ്ങളും ഒക്കെ വേണ്ടി വരും. വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയും ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തകനും റിട്ടയർഡ് ഡയറ്റ് ഫാക്കൽറ്റിയുമായ ഡോക്ടർ പി.വി. പുരുഷോത്തമൻ. കുട്ടികളുടെ ബാഗിന്റെ ഭാരം കുറക്കുന്നതുമായി ബന്ധപ്പെട്ട് SCERT-യുടെ ഒരു പഠനം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ബാഗിന്റെ ഭാരം കുറക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ചില തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കുട്ടികളുടെ ബാഗിന്റെ ഭാരമെന്ന വിഷയം വിദ്യാഭ്യാസ പ്രവർത്തകരെ സംബന്ധിച്ച് പുതിയ ഒന്നല്ല. ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ യശ്പാൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ തന്നെ ഈ ഒരു വിഷയം മുന്നോട്ട് വെക്കുകയുണ്ടായി. ആ ഒരു റിപ്പോർട്ട് 2 തരത്തിലാണ് ഈ ഭാരത്തെ വിലയിരുത്തിയിട്ടുള്ളത്. ഒന്ന്, പുസ്തക സഞ്ചിയുടെ ഭാരം, അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. രണ്ടാമതായിട്ട് കുട്ടികളുടെ പഠനത്തിൽ അനുഭവപ്പെടുന്ന പലതരത്തിലുള്ള സമ്മർദ്ദമുണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, അതും മറ്റൊരു ഭാരമാണ്. അപ്പോൾ അങ്ങനെ ഭാരമില്ലാതെ പഠനം സാധ്യമാക്കാനുള്ള ഒരു റിപ്പോർട്ടായിട്ടാണ്. അതിനെ തുടർന്ന് ധാരാളം ചർച്ചകൾ ഈ മേഖലയിൽ നടക്കുകയും അതിൻ്റെ ചില പ്രയോഗങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലാണെങ്കിൽ DPP പദ്ധതിയുടെ ഭാഗമായി നടന്ന പാഠ്യപദ്ധതി പരിഷ്കരണ സമയത്തൊക്കെ ഈ ചർച്ച സജീവമായിട്ട് വരികയുണ്ടായി. പുസ്തകങ്ങൾ ഒന്നിലധികം ഭാഗങ്ങളായി വിഭജിച്ച് അച്ചടിക്കുക എന്നതുപോലുള്ള തീരുമാനങ്ങളിലൊക്കെ പിന്നീട് സർക്കാർ പോവുകയുണ്ടായത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമാണ്. കാരണം ശിശു വിദഗ്ധർ പറയുന്നത് ശാരീരിക പ്രശ്നങ്ങൾ, ഇപ്പോൾ സ്കോളിയോസിസ് പോലുള്ള നട്ടലുണ്ടാകുന്ന വളവിനെയാണ് അങ്ങനെ പറയുന്നത്. അതുപോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അത് പിന്നീട് കുട്ടികൾ ഇങ്ങനെ കൂന് ഉള്ള രീതിയിൽ അവരുടെ ശരീരത്തിന്റെ ഘടന മാറുന്നതിനൊക്കെ പ്രശ്നമുണ്ടാകും. നട്ടലിന് വേദന ഉണ്ടാകുന്നൊരു ഭാവിയിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. ഈ നിർദ്ദേശം വളരെ നല്ലതാണ്. അതിന്റെ ആരോഗ്യപരമായ വശങ്ങൾ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതേസമയം അവരുടെ പഠനത്തിൽ ഇതൊരു തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യപ്പെടണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ശിശുപക്ഷ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി സ്കൂളിൽ ഉണ്ടാവേണ്ട ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് സ്കൂളിലെ അന്തരീക്ഷത്തിലുണ്ട്, കെട്ടിടങ്ങളിലെ ഘടനയിലുണ്ട്, ക്ലാസ് മുറിയുടെ വലിപ്പത്തിലുണ്ട്, സിറ്റിംഗ് അറേഞ്ച്മെന്റിലുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളിലുണ്ട്, അധ്യാപകരുടെ സമീപനത്തിലുണ്ട്, പഠന പ്രവർത്തനങ്ങളുടെ സ്വഭാവത്തിലുണ്ട്. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ ശിശുപക്ഷ വിദ്യാഭ്യാസ സമീപനത്തിന് ഭാഗമാണ്. അപ്പൊ അതിൽ 1-2 കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത്. അത് കുറച്ചുകൂടി സമഗ്രമാക്കിയിട്ട് മൊത്തം ഒരു മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി സ്വീകാര്യമാവും. സ്കൂൾ ബാഗുകളുടെ ഭാരം പേറിയവരാണ് നമ്മളിൽ പലരും. കാലമേറെ മുന്നോട്ടു പോയിട്ടും അത് മാത്രം മാറ്റമില്ലാതെ തുടരുന്നു. ഇതിനൊരു മാറ്റം വേണ്ടേ? തീർച്ചയായും ഉണ്ടാവണം. അതെ, സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയാൻ പോവുന്നു എന്ന ആശ്വാസകരമായ തീരുമാനമാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചത്. കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായും ഭാരങ്ങളില്ലാതെ പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള അന്തരീക്ഷവും ശിശു കേന്ദ്രീകൃതമായ ക്ലാസ് മുറിയും ലോകവും സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട്. ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളെ ഈ നാടിനെ മുന്നോട്ട് നയിക്കേണ്ടത്.
അതിന് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇനിയും ഏറ്റെടുക്കാനും നടപ്പിൽ വരുത്താനും സാധിക്കട്ടെ എന്ന ആശംസകളോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.